A warm welcome to all of you. I am Alvin. We are discussing about the Python programming language. Previous class we are discussed about comments, variables, identifiers, keywords. And today's class we are discussing about data types in Python. First slide data types in Python. അതിൽ തന്നെ ഫസ്റ്റത്തെ പോയിൻ്റായിട്ട് വരുന്ന എന്താ എ ഡാറ്റ ടൈപ്പ് റെപ്രസെൻറ്റ്സ് ദി ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഇൻ ടു എ വേരിയബിൾ ഓർ മെമ്മറി. നമ്മൾ എന്തെങ്കിലും ഒരു വേരിയബിളിലേക്കോ ഒരു മെമ്മറി ലൊക്കേഷനിലേക്കോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഒരു ഡാറ്റ ടൈപ്പ്. നെക്സ്റ്റ് എന്താണ് ദ ഡാറ്റ ടൈപ്സ് വിച്ച് ആർ ആൾറെഡി അവൈലബിൾ ഇൻ പൈത്തൺ ലാംഗ്വേജ് ആർ കോൾഡ് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് തരം ഡാറ്റ ടൈപ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതിൽ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ്, അതായത് ഓൾറെഡി പൈത്തണിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സിനെയാണ് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് എന്ന് പറയാം. നെക്സ്റ്റ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, അതായത് ദ ഡാറ്റ ടൈപ്സ് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ ദി പ്രോഗ്രാമേഴ്സ്. പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സിനെയാണ് ആക്ച്വലി യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പൈത്തൻ്റെ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സിൻ്റെ ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് രൂപത്തിലുള്ള ഒരു മാതൃകയാണ് കാണുന്നത്. അപ്പോൾ അതിൽ മെയിൻ ഡിവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറിക് ഡാറ്റ ടൈപ്സ് ഉണ്ട്, ഡിക്ഷണറി ഉണ്ട്, ബൂളിയൻ ഉണ്ട്, സെറ്റ് ഉണ്ട്, സീക്വൻസ് ടൈപ്പ് ഉണ്ട്. അതിൽ ന്യൂമറിക്കിൽ തന്നെയാണ് ഇൻറ്റീജർ, കോംപ്ലക്സ് നമ്പർ, ഫ്ലോട്ട്. ഇത് മിക്ക എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമ്മൾ കണ്ടിട്ടുള്ള സെയിം ഡാറ്റ ടൈപ്സ് തന്നെയാണ്. പിന്നെ അടുത്തത് സീക്വൻസിൽ വരുന്നത് സ്ട്രിങ്സ്, ലിസ്റ്റ്, ടപ്പിൾ. അതിൽ ഈ ലിസ്റ്റും ടപ്പിളും പൈത്തണിൽ തന്നെയായിരിക്കും കാണുന്നുണ്ടാവുക. നെക്സ്റ്റ് സ്ലൈഡിൽ ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ടത് തന്നെയാണ്. ന്യൂമറിക് ടൈപ്സിൽ ഫസ്റ്റ് ഇൻറ്റ്, പിന്നെ ഫ്ലോട്ട്, പിന്നെ കോംപ്ലക്സ്, അങ്ങനെ 3 ഡാറ്റ ടൈപ്പാണ് ന്യൂമറിക് ടൈപ്സിൽ വരുന്നത്. ഇൻറ്റ് ഡാറ്റ ടൈപ്പ്. ഇൻറ്റ് ഡാറ്റ ടൈപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ നമ്പറിനെയാണ്. നെക്സ്റ്റ് ആൻ ഇൻറ്റീജർ നമ്പർ ഈസ് എ നമ്പർ വിതൗട്ട് എനി ഡെസിമൽ പോയിൻറ്റ് ഓർ ഫ്രാക്ഷൻ പാർട്ട്. അത് വേറൊന്നുമല്ല, ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ ഒരു ഡെസിമൽ പോയിൻ്റ് വരില്ല, ഒരു ഫ്രാക്ഷൻ പാർട്ട്, അങ്ങനത്തെ രണ്ട് നമ്പേഴ്സും ഇൻറ്റീജർ നമ്പറിൽ വരില്ല. എന്നാൽ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും സപ്പോർട്ട് ചെയ്യും. അതാണ് അടുത്ത പോയിൻ്റ് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് ഇറ്റ് ക്യാൻ സ്റ്റോർ വെരി ലാർജ് ഇൻറ്റീജർ നമ്പേഴ്സ് കൺവീനിയൻ്റ്ലി. അതായത് എത്ര വലിയ ലാർജ് ഇൻറ്റീജർ നമ്പർ ആയാലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ആ സെയിം ഡാറ്റ ടൈപ്പിൽ തന്നെ. നെക്സ്റ്റ് ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ സി പ്രോഗ്രാം നോക്കിയ, ഇവിടെ പൈത്തൺ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ ഡിക്ലറേഷൻ പാർട്ട് എങ്ങനെ ചെയ്യാറ്? ഒരു ഇൻറ്റീജർ വേരിയബിളാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്റ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഡിക്ലറേഷനായി. ഇനി ആ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യണം, അതിലേക്കൊരു വാല്യൂ നമുക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എ ഈക്വൽ ടു 10 എന്ന് കൊടുക്കും. അപ്പോൾ ആദ്യം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് അത് ഇൻറ്റീജർ ആണ് എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ സി പ്രോഗ്രാമിങ്ങിൽ ആദ്യം ഡിക്ലെയർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇനീഷ്യലൈസേഷനാണ്. ഇപ്പം നമ്മൾ ചെയ്തത് ഇനീഷ്യലൈസേഷനാണ്. ഈ ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും 2 പാർട്ടാണ് സി പ്രോഗ്രാമിങ്ങിൽ. പൈത്തൺ പ്രോഗ്രാം കുറച്ചുകൂടി ഈസിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് പൈത്തൺ പ്രോഗ്രാമിങ്ങിലെ എ ഈക്വൽ ടു 10 സെമിക്കോളല്ല, എ ഈക്വൽ ടു 10 എന്ന് കൊടുത്താൽ തന്നെ ആക്ച്വലി അതിൻ്റെ ഡിക്ലറേഷനും കഴിഞ്ഞു, ഇനീഷ്യലൈസേഷനും കഴിഞ്ഞു. സെക്കൻഡ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പാണ്. ദ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് റെപ്രസെൻറ്റ്സ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പാണ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ്. പിന്നെ നെക്സ്റ്റ് എ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ഈസ് എ നമ്പർ ദാറ്റ് കണ്ടെയ്ൻസ് എ ഡെസിമൽ പോയിൻറ്റ്. അതിനൊരു ഡെസിമൽ പോയിൻ്റ് ഉണ്ടായിരിക്കും, അതായത് ഒരു ഡെസിമൽ നമ്പർ ആയിരിക്കും അത്. തേർഡ് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പാണ്. എ നമ്പർ വിത്ത് എ റിയൽ ആൻഡ് ഇമാജിനറി കമ്പോണൻറ്റ് റെപ്രസെൻറ്റഡ് ആസ് എക്സ് പ്ലസ് വൈ ജെ. ഒരു നമ്പറിന് അതിന് ഇമാജിനറി പാർട്ടും അതിൻ്റെ റിയൽ പാർട്ടും കൂടി ചേർന്നിട്ടുള്ള ഡാറ്റ ടൈപ്പ്, അതായത് അതിൻ്റെ ഒരു ഫോം എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ള എക്സ് പ്ലസ് വൈ ജെ. അത്തരം ഫോർമാറ്റിലുള്ള ഡാറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്യാനാണ് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ ഇൻറ്റീജറിൻ്റെയും ഫ്ലോട്ടിൻ്റെയും കോംപ്ലക്സിൻ്റെയും ചെറിയ എക്സാമ്പിൾ പൈത്തൻ്റെ ഷെല്ല്, ഐഡിയൽ ഷെല്ലിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്ത് നോക്കി നോക്കാം. അതിൽ ഫസ്റ്റത്തെ വേരിയബിളിന് നം ഈക്വൽ ടു 2 എന്നൊരു വാല്യൂ കൊടുത്തു. നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് നം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഫംഗ്ഷനാണ്. ആ നമ്മിൻ്റെ
ഏത് ഡാറ്റ ടൈപ്പാണെന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ക്ലാസ് ഇൻറ്റ് എന്ന് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ അതൊരു ഇൻറ്റീജർ വാല്യൂ ആണ്, അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് നമ്മൾ നം ഈക്വൽ ടു 2.5 കൊടുത്തു. എന്നിട്ട് വീണ്ടും ടൈപ്പ് ഓഫ് നം ടൈപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടാണെന്ന് മനസ്സിലായി ഓട്ടോമാറ്റിക്. അത് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. നെക്സ്റ്റ് നം ഈക്വൽ ടു ഒരു കോംപ്ലക്സ് നമ്പർ കൊടുക്കാൻ പോവാണ്. 1 + 2j-യോ 2i-യോ അങ്ങനത്തെ വേണമെങ്കിൽ കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ടൈപ്പ് ഈക്വൽ ടു ടൈപ്പ് ഓഫ് നം കൊടുത്തു. അത് എററായതാണ്, ടൈപ്പിൻ്റെ യു ആയി പോയതാണ്. നെക്സ്റ്റ് കറക്റ്റായിട്ട് ടൈപ്പ് ഓഫ് നം കൊടുക്കുക. അപ്പോൾ അതേ ക്ലാസ് കോംപ്ലക്സ്, അതായത് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ബൂളിയൻ ഡാറ്റ ടൈപ്പാണ്. ഒരു ബൂളിയൻ ഡാറ്റ ടൈപ്പ് പൈത്തണിൽ ബൂളിയൻ വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ദർ ആർ ഓൺലി 2 ബൂളിയൻ വാല്യൂസ്, ട്രൂ ഓർ ഫോൾസ്, ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദിസ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഈ ഡാറ്റ ടൈപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 വാല്യൂസാണ്. ഒന്നില്ലെങ്കിൽ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അതുപോലെ പൈത്തൺ ഇൻറ്റേർണലി റെപ്രസെൻറ്റ്സ് ട്രൂ ആസ് 1 ആൻഡ് ഫോൾസ് ആസ് 0. ട്രൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 എന്ന ഡിജിറ്റ് വെച്ചിട്ടാണ്, ഫോൾസ് 0 എന്ന ഡിജിറ്റ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ബൂളിയൻ ഡാറ്റ ടൈപ്പിൻ്റെ എക്സാമ്പിൾ കമ്പ്യൂട്ടറിൽ പൈത്തൻ്റെ ഐഡിയൽ സോഫ്റ്റ്വെയറിൽ ചെയ്ത് നോക്കാം. ഈ പൈത്തൻ്റെ ഐഡിയൽ സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ആക്കി അതിൻ്റെ അകത്ത് ആദ്യം വാല്യൂ ഈക്വൽ ടു ട്രൂ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിന് എററല്ല, ഓക്കെ വന്നു. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് വാല്യൂ നോക്കി നോക്കാം. അപ്പോൾ ബൂളിയൻ, അതൊരു ബൂളിയൻ ഡാറ്റ ടൈപ്പാണെന്ന് മനസ്സിലായി. ട്രൂ വാല്യൂ ആണ് നമ്മൾ കൊടുത്തത്. ഇനി നമുക്ക് ഫോൾസ് കൊടുത്ത് നോക്കി നോക്കാം. ഫോൾസും ഒരു ബൂളിയൻ ഡാറ്റ ടൈപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ടൈപ്പ് ഓഫ് വാല്യൂ അടിച്ച് നോക്കിയപ്പോൾ അഗെയിൻ നമ്മൾ ക്ലാസ് ബൂളിയൻ കണ്ടു. ഇനി ഒരു എക്സാമ്പിൾ ടൈപ്പ് ചെയ്ത് വേറൊരു എക്സാമ്പിൾ ടൈപ്പ് ചെയ്ത് നോക്കാം. ഒരു കമ്പാരിസൺ ഫംഗ്ഷൻ 3 < 5 ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ട്രൂ വന്നു. നെക്സ്റ്റ് 5 < 3, അത് ആക്ച്വലി ഫോൾസ് ആണ്. അപ്പോൾ അതും ഫോൾസ് വന്നു. 2 ബൂളിയൻ വാല്യൂസ് അവിടെ പ്രിൻ്റായി വന്നു. ആക്ച്വലി ഇതിനാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഈ ബൂളിയൻ ഡാറ്റ ടൈപ്പ് കമ്പാരിസണൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് ഓഫ് 3 < 5 എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഒരു ബൂളിയൻ ഔട്ട്പുട്ടായിരിക്കും. അതാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ്. സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ട്രിംഗ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി ഒരു സ്ട്രിങ്. സ്ട്രിങ്സ് ആർ എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോഡ്സ് അല്ലെങ്കിൽ ഡബിൾ കോഡ്സ്. ഇത് പ്രോഗ്രാമിൽ സ്ട്രിങ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ സിംഗിൾ കോഡ്സിൽ അല്ലെങ്കിൽ ഡബിൾ കോഡ്സിലായിരിക്കും. അപ്പോൾ അതിന് താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. str1 = ഹലോ എന്ന വേരിയബിൾ അതിലേക്ക് കൊടുത്തു. നെക്സ്റ്റ് str1 എന്ന് കൊടുത്താൽ മതി. സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പ്രിൻ്റ് എന്ന് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് str1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ, അത് str1 എന്താണ് ഹലോ എന്ന് എഴുതി കാണിച്ചു, പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. നെക്സ്റ്റ് str2 നമ്മൾ ഡബിൾ കോഡ്സിൽ ഹലോ ഹലോ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എൻ്റർ അടിച്ചിട്ട് പിന്നെ str2 കൊടുത്തപ്പോൾ ഹലോ, അപ്പോഴും ഹലോ നമ്മൾ ഉദ്ദേശിച്ച സംഭവം ഡബിൾ കോഡ്സിൽ കൊടുത്തപ്പോഴും സിംഗിൾ കോഡ്സിൽ കൊടുത്തപ്പോഴും അത് സ്ട്രിങ് ആണെന്ന് ഇൻ്റർപ്രെറ്റർ റീഡ് ചെയ്തെടുത്തു. സെക്കൻഡ്, ലിസ്റ്റ് ഡാറ്റ ടൈപ്പ്. ലിസ്റ്റ്സ് ഇൻ പൈത്തൺ ആർ സിമിലർ ടു അറേസ് ഇൻ സി ഓർ ജാവ. അതായത് സിയിലും ജാവയിലൊക്കെയുള്ള അറേസിനോട് സിമിലറാണ് പൈത്തണിലെ ലിസ്റ്റ്. നെക്സ്റ്റ്, എ ലിസ്റ്റ് ആൻഡ് അറേ ഈസ് ദാറ്റ് എ ലിസ്റ്റ് ക്യാൻ സ്റ്റോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് ബട്ട് ആൻ അറേ ക്യാൻ സ്റ്റോർ ഓൺലി 1 ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ്. എന്നാൽ ഈ ലിസ്റ്റും അറേയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിന് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ വേണമെങ്കിലും ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യാം. പക്ഷേ അറേക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഓൺലി 1 ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ്, അതായത് ഒരു ടൈപ്പ് ഓഫ് എലമെൻ്റ് ആയിരിക്കും എപ്പോഴും അറേയിൽ സ്റ്റോർ ചെയ്യുള്ളൂ. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും, പക്ഷേ അതൊക്കെ ഒരു ടൈപ്പ് ആയിരിക്കും. നെക്സ്റ്റ്, ദ സൈസ് ഓഫ് അറേ ഈസ് ഫിക്സ്ഡ് ബട്ട് ലിസ്റ്റ് ഓഫ് സൈസ് ക്യാൻ ഗ്രോ ഡൈനാമിക്കലി. എന്നുവെച്ചാൽ അറേയുടെ സൈസ് പ്രോഗ്രാം റണ്ണിങ്ങിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലിസ്റ്റിന് അങ്ങനെ സൈസ് അങ്ങനെ നിർബന്ധമില്ല. അത് എത്ര വേണമെങ്കിലും നമുക്ക് പ്രോഗ്രാം റണ്ണിങ്ങിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എത്ര വേണമെങ്കിലും ലിസ്റ്റിൽ ഡാറ്റ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് സൈസ് ഓഫ് ലിസ്റ്റ് ക്യാൻ ഗ്രോ ഡൈനാമിക്കലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് താഴെ ഇതിൻ്റെ സിൻറ്റാക്സ് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ value 1, value 2, value 3, എക്സെട്ര അപ് ടു value n.
ഇതതിൻ്റെ സിൻറ്റാക്സ് ആണ്. ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയാനില്ല, കാരണം ഇത് വേറെ മൊഡ്യൂളിൽ ആക്ച്വലി ലിസ്റ്റ് അതുപോലെ തന്നെ ടപ്പിള് ഡിക്ഷണറി എന്നീ 3 ടോപ്പിക്സ് നമ്മൾ എക്സ്ട്രാ വേറൊരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ വിത്ത് പ്രോഗ്രാം അതിൽ പറഞ്ഞു തരുന്നതാണ്. നെക്സ്റ്റ് 3 ടപ്പിൾ ഡാറ്റ ടൈപ്പ്. ടപ്പിൾ ഈസ് എ കളക്ഷൻ ഓഫ് ഐറ്റംസ് ഓഫ് എനി പൈത്തൺ ഡാറ്റ ടൈപ്പ്. ഏതൊരു പൈത്തൺ ഡാറ്റ ടൈപ്പിൻ്റെയും ഒരു കളക്ഷൻ ഓഫ് ഐറ്റംസിനെയാണ് ടപ്പിൾ എന്ന് വിളിക്കുക. നെക്സ്റ്റ്, സെയിം ആസ് ദി ലിസ്റ്റ് ഡാറ്റ ടൈപ്പ്. അൺലൈക്ക് ദി ലിസ്റ്റ്, ടപ്പിൾ ഈസ് ഇമ്മ്യൂട്ടബിൾ. അതായത് ലിസ്റ്റ് ഡാറ്റ ടൈപ്പിൻ്റെ പോലെ തന്നെ ടപ്പിൾ ഡാറ്റ ടൈപ്പും ഇമ്മ്യൂട്ടബിൾ ആണ്. അതായത് ഇറ്റ് ക്യാനോട്ട്, നെക്സ്റ്റ് പോയിൻ്റ് അതാണ് പറയണത്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മോഡിഫൈ ടപ്പിൾ എലമെൻറ്റ്സ്. അതായത് ടപ്പിളിൽ കൊടുത്തിട്ടുള്ള വാല്യൂസ് പിന്നീട് പ്രോഗ്രാമിൽ വെച്ചിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ദി എലമെൻറ്റ്സ് ഇൻ ദ ടപ്പിൾ ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് എൻക്ലോസ്ഡ് ഇൻ പാരാന്തസിസ്. അതായത് ടപ്പിളിൽ കൊടുത്തിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് കോമാസ് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുക. അത് ലിസ്റ്റിൽ അതേപോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ ബ്രാക്കറ്റ് വരുന്നത് നോർമൽ ബ്രാക്കറ്റാണ്, ലിസ്റ്റിൽ സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു. അതിൻ്റെ സിൻറ്റാക്സ് ആ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ടപ്പിൾ ഈക്വൽ ടു നോർമൽ ബ്രാക്കറ്റിനുള്ളിൽ വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എക്സെട്ര അപ് ടു വാല്യൂ n. നെക്സ്റ്റ് ഡിവിഷനാണ് സെറ്റ് ഡാറ്റ ടൈപ്പ്. എ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്സ് ഇൻ പൈത്തൺ, സെയിം ആസ് ദി ലിസ്റ്റ് ആൻഡ് ടപ്പിൾ. കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്സ് ഇൻ പൈത്തൺ, അതിനെ തന്നെയാണ് ആക്ച്വലി ഒരു സെറ്റ് എന്ന് വിളിക്കുക. അതിൽ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും? ലിസ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ്, ടപ്പിളിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാവും. അതാണ് സെയിം ആസ് ലിസ്റ്റ് ആൻഡ് ടപ്പിൾ എന്ന് പറയാം. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ അൺഓർഡർഡ് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ എ സെറ്റ് ഡസ് നോട്ട് ആക്സെപ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ്. അതായത് സെറ്റിലുള്ള എലമെൻറ്റ്സ് നമുക്ക് ഒരു ഓർഡറിലല്ല, നമ്മളിപ്പോൾ സെറ്റിലൊരു എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് അത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ഓർഡറിലായിരിക്കില്ല പ്രിൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അത് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യില്ല. അതായത് ഇപ്പോൾ 20 എന്നൊരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു നമ്പർ നമ്മൾ 2 വട്ടം എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ 2 വട്ടം എൻ്റർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വേർഡാണ് അതിൽ എൻ്റർ ചെയ്തത്, ആ വേർഡിൽ മാത്തമാറ്റിക്സ് എന്നൊരു വേർഡാണെങ്കിൽ അതിനകത്ത് 2 ആയി ഉണ്ട്, അത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ആ 2 ആയി ഉണ്ടാവില്ല. അതാണ് ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്, ദ സെറ്റ് ഇൻ മാത്തമാറ്റിക്സ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ പൈത്തൺ. അതായത് മാത്തമാറ്റിക്സിലെ സെറ്റ് എന്ന പ്രോപ്പർട്ടി, അതായത് സെറ്റ് എന്താണ് മാത്തമാറ്റിക്സിലെ, അത് തന്നെയാണ് ആക്ച്വലി പൈത്തണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, എ സെറ്റ് ഒബ്ജക്റ്റ് ഹാസ് സൂട്ടബിൾ മെത്തേഡ്സ് ടു പെർഫോം മാത്തമാറ്റിക്കൽ സെറ്റ് ഓപ്പറേഷൻസ് ലൈക്ക് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ് എക്സിട്ര. അതായത് മാത്തമാറ്റിക്സിലെ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ് എക്സിട്ര അങ്ങനെയുള്ള ഏത് മെത്തേഡ്സ് വേണമെങ്കിലും ഈ സെറ്റ് ഡാറ്റ ടൈപ്പ് വെച്ചിട്ട്, പൈത്തണിലെ സെറ്റ് ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് പെർഫോം ചെയ്യാം. നെക്സ്റ്റ്, അതിൻ്റെ കറസ്പോണ്ടിങ് സിൻറ്റാക്സ് താഴെ കൊടുത്തിട്ടുണ്ട്. സെറ്റ് ഈക്വൽ ടു കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എക്സിട്ര വാല്യൂ n, ലാസ്റ്റ് കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. ഈ സെറ്റ് ഡാറ്റ ടൈപ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്, അതിൻ്റെ എക്സാമ്പിൾസ് ഒന്നും കാണിച്ചു തരാത്തത്, ഇതും നമുക്ക് നെക്സ്റ്റ് ഒരു മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് ഡാറ്റ ടൈപ്പാണ് ഡിക്ഷണറി. ഡിക്ഷണറി എന്നൊരു കളക്ഷൻ ടൈപ്പാണ്. അതായത് ലിസ്റ്റിൻ്റെയും ടപ്പിളിൻ്റെയൊക്കെ പോലത്തെ ഒരു കളക്ഷൻ ടൈപ്പാണ് ആക്ച്വലി ഡിക്ഷണറി എന്ന് പറയാം. നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഓർഡേഡ് സീക്വൻസ്. ഇതും ഒരു ഓർഡേഡ് സീക്വൻസ് അല്ല. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് കീ വാല്യൂ പെയർസ് ഉണ്ടാവും. അടിയുള്ള സിൻറ്റാക്സ് നോക്കിയാൽ അറിയാം. ഡിക്ഷണറി ഈക്വൽ ടു കേളി ബ്രേസിൻ്റെ ഉള്ളിൽ കീ 1 വാല്യൂ 1 കോമ കീ 2 വാല്യൂ, കീ 2 കഴിഞ്ഞാൽ മറ്റേ കോളൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് വാല്യൂ 2, അങ്ങനെ കീ n കോളൻ വാല്യൂ n. അതായത് ഒരു കറസ്പോണ്ടിങ് വാല്യൂവിന് സെപ്പറേറ്റ് ഒരു കീ വാല്യൂ ഉണ്ടാവും, ഒരു കീ ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ഒരു വാല്യൂ ഉണ്ടാവും. അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ അടുത്ത കീ 2, പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു വാല്യൂ ഉണ്ടാവും. അങ്ങനെയായിട്ടാണ് ഡിക്ഷണറിയിൽ സ്റ്റോർ ചെയ്യുക. നെക്സ്റ്റ്, 1 or more key value pairs separated by commas are put inside curly brackets to form a dictionary object. അതായത് ഒന്നിൽ കൂടുതൽ കീ വാല്യൂ പെയർസ് കോമേഴ്സ് വഴി സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു കേളി ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ഡിക്ഷണറി ഒബ്ജക്റ്റ് എന്ന് പറയും.